ബാല്യകാലം ഓർക്കുമ്പോഴെന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം കള്ളിന ആ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജദൂതം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗ്ഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45 സങ്കീർത്തനം 3 വാക്യം. വീരനായുള്ളവേ, നിന്റെ വാൾ അരയ്ക്ക് കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. നിന്റെ വാൾ അരയിൽ കെട്ടുക എന്നുള്ളത് വാൾ യുദ്ധത്തിനുള്ള ആയുധമായതുകൊണ്ടാണ്. ആത്മീയമായി ഇത് ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ ജയിക്കുവാൻ ലൗകിക ആയുധങ്ങളല്ല, ദൈവവചനത്തിൻ്റെ ശക്തിയാണ് ആവശ്യം. വീരനെ എന്നുള്ള വിളി ദൈവം തൻ്റെ ദാസന് നൽകുന്ന ബഹുമാനമാണ്. ക്രിസ്തു ഒരു പരാജിതനല്ല, ജയിച്ച വീരനാണ്. പാപത്തെയും മരണത്തെയും സാത്താനെയും ജയിച്ചവൻ. നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ രാജാവ് ജയിച്ചവനാണ്. നിന്റെ മഹിമയും നിന്റെ മഹത്വവും അണിയുക എന്നുള്ളത് മഹിമ മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മഹിമ സ്നേഹത്തിലൂടെയും സത്യത്തിലൂടെയും നീതിയിലൂടെയും പ്രകടമാകുന്നതാണ്. ദൈവമക്കളായ നാം അവൻ്റെ മഹിമ ധരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജാവ് ശക്തിയുള്ളവൻ. അവൻ്റെ വചനം ജയത്തിൻ്റെ ആയുധമാണ്. അവൻ്റെ മഹിമ നമ്മുടെ പ്രത്യാശയാണ്. ഈ ശക്തനായ രാജാവിൽ ആശ്രയിച്ച് ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് മുന്നേറാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ പ്രതിരോധിയായ ശത്രുവിനെ നേരിടുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.